ഹായ് ഗൈസ്, എല്ലാവർക്കും ലീഫിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് നടക്കാൻ പോകുന്നതാണ് നമ്മൾ ഈ ബാഗിൽ കാണുന്ന സ്ഥലത്താണ്. ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്ലീനിങ് വർക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം ഇൻഡോർ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന റൂഹ് ബൈ ഫാത്തിമ എന്ന് പറയുന്ന നമ്മുടെ ആലപ്പുഴയിലെ ഒരു സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് ഇവർ ഇവിടുന്ന് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ വീടും പരിസരമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലത്തെ അധികം വർക്ക് എടുക്കാറില്ലാത്ത കേട്ടോ. നമുക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഏരിയ കാണിച്ചു തരാം. ബാഗിൽ കണ്ടില്ലേ, അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവിടെ കുറച്ച് കരിയില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇച്ചിരി തടിയൊക്കെ ഉണ്ട്. ഇതാ പിന്നെ ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം പണിയുണ്ട്, കാരണം പുതിയ ലോഡ് പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വെക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം എല്ലാം നല്ല മെസ്സായി കിടക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് സെറ്റാക്കി കാണാൻ ഭംഗിയായിട്ട് എടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഞങ്ങൾ 3 പേരുണ്ടേ. ഞാനുണ്ട്, പൊടിയനുണ്ട്, ശ്രീകുട്ടനുണ്ട്, അക്ഷയ്, അർജുൻ. അപ്പോൾ നമുക്ക് എന്തായാലും വർക്കിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോകുന്നിട്ട് പത്രം ഭാഗം ക്ലീൻ ആവില്ല, അവിടെ ജസ്റ്റ് കരിയില കളഞ്ഞാൽ മാത്രം മതി. പിന്നെ ബാക്കി ഇവിടെയാണ് ഇച്ചിരി കൂടുതലുള്ളത്. യെസ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പല തടി കൊണ്ടുപോകാം കേട്ടോ. നല്ല സ്മെല്ലുണ്ട്, എന്തോ ചത്ത് കിടപ്പുണ്ട് ഇവിടെ. അപ്പം കുറച്ച് തടി കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ആദ്യം ഈ തടി എടുത്ത് മാറ്റാം, കാരണം സ്മെല്ല് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ തന്നെ ആയിരിക്കണം, കാരണം സ്മെല്ല് കണ്ടുപിടിച്ചിട്ട് ആ സ്മെല്ല് ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആദ്യം അതൊന്ന് സോൾവ് ചെയ്യാം. തേക്കിൻ്റെ തടിയാകട്ടെ. 1-2 പീസ് കൂടി കിടപ്പുണ്ട്. ഇത് ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ സെറ്റ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ. അത്യാവശ്യം വണ്ടിയുടെ ശബ്ദം ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാകും കേട്ടോ. റോഡ് സൈഡാണ്. നമ്മളും ഓൺലൈനായിട്ട് സെയിലുള്ള സമയത്ത് ഇവിടുന്ന് പ്ലാന്റ് എടുത്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ ഈ മാസം തുടങ്ങും കേട്ടോ. അതായത് മെയ് മാസത്തിൽ നമ്മൾ സെയിൽ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു സപ്ലയർ കൂടിയാണ് കേട്ടോ അവർ. ചെറുതാദ്യം എടുത്തോളാം, വലുത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പയ്യെ എടുത്ത് പോയാ. എടാ അത് വലിയ വെയിറ്റ് ഇല്ലേ സാധനം, ഇത് ഉണങ്ങിയടാ കിടന്നു. നോക്കണം കൈ നോക്കണം, എവിടെയാണ് എന്താണ് കിടക്കണം എന്നുള്ളത് നോക്കണം. അതിൻ്റെ അടി തന്നെ കാണൂടാ. എന്നാ പേര് പിടിച്ചോളാം. എടുക്കാം പയ്യ. യെസ്, അങ്ങനെ സ്മെല്ല് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. എൻ്റെ മോനെ, ദ സ്മെൽ ഓഫ് പാർട്ടിഫിക്കേഷൻ. ഭയങ്കര സ്മെല്ലാണ്, സഹിക്കാൻ പറ്റാത്ത സ്മെല്ല്. പൊടിയുമ്പോൾ നിങ്ങൾ നോക്കിയേ. ഓ ഭയങ്കര സ്മെല്ലടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലടിക്കുന്നുണ്ട്. നമ്മൾ ആ ചത്ത് കിടന്നതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു കുഴി എടുത്തിട്ട് അതിനകത്തേക്കിട്ട് മൂടാം കേട്ടോ. നല്ല ശ്വാസം എടുത്തുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്നുള്ള കരിയിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പോരാണ്. ഇവിടെ ജസ്റ്റ് കരിയില മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ നമുക്കിത് ടാസ്ക്കാണ്. അത്യാവശ്യം ലെവലാക്കണം. ഇനി അവിടെ ആ എലിയത്ത് കിടന്നതുകൊണ്ട് ഇപ്പോഴും ആ സ്മെല്ല് പോയിട്ടില്ല. ഞങ്ങൾ ചന്ദനത്തിന് വേണ്ടി കത്തിച്ച് വെച്ചേക്കും അവിടെ. പക്ഷെ എന്നാലും സ്മെല്ലുണ്ട് ചെറുതായിട്ട്, ഒരു ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സാരല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഏരിയ തീർത്ത് ഇവിടുന്ന് മാറാം. ഇവിടെ നേരത്തെ ഓൾറെഡി വേസ്റ്റ് ഇട്ട് കത്തിച്ചൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന വേസ്റ്റും കൂടി ഇങ്ങോട്ട് ഇടാൻ പോവാണ്. എന്തായാലും കത്തിച്ച് കളയുവാണെങ്കിൽ അത്രയും കൂടി ബെറ്റർ. അല്ലെങ്കിൽ നമ്മളിനി എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു എലിയത്ത് കിടക്കുന്നത് കണ്ടിട്ടാണ് വർക്ക് തുടങ്ങിയത്. അപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ, ഇതുപോലെയുള്ള തടി കഷ്ണങ്ങൾ, വേസ്റ്റുകളൊക്കെ ഇല്ലേ, കരിയിലകൾ, വേസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ മതിലിനോടൊക്കെ ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ
എലി വരും. എലി എന്ന് പറഞ്ഞാൽ ചെറിയ എലിയല്ല, വലിയ എലി വരും. ഇതാ ഒരുമിച്ച് പിടിക്കണം. ഇങ്ങോട്ട് പുറത്തേക്ക് അകത്ത് അത് കൂടി എടുത്തോ. വാ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുന്നു, അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ വലിച്ചിട്ട് നടക്കണം. നല്ലപോലെ ഒരു ദിവസം ഒന്ന് കുടഞ്ഞങ്ങ് ഇട്ടാൽ മതി. വെള്ളം ഉണ്ടോടാ? രണ്ട് നെറ്റാണ് കിണറിന് ഇട്ടിരുന്നത് കേട്ടോ. അതിനകത്ത് താഴത്തെ നെറ്റയിൽ മൊത്തം പൂപ്പലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് വെയിലത്തിടുകയാണേ. എന്നിട്ട് നമുക്ക് ആ നീല നെറ്റ് മാത്രമായിട്ട് ഇപ്പോൾ എടുത്തിടാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി അതിൻ്റെ പൂപ്പൽ പോകാൻ പാകത്തിനായിരിക്കും തിരിച്ചിടാം. എല്ലായിടത്തും ഇഷ്ടംപോലെ കരിയില വീണ് കിടപ്പുണ്ട് കേട്ടോ. കരിയില മാത്രമല്ല, ഇത് കണ്ടോ, അങ്ങോട്ടൊക്കെ മൊത്തം പ്രശ്നമാണ്. നമ്മൾ ഓൾറെഡി ഇപ്പം ഒരു ചത്തലീനെ കിട്ടി, 2-3 പൊത്ത് കണ്ട്, ഒരു പാമ്പിൻ്റെ പടം പൊഴിച്ചത് കണ്ട് കുറച്ച് നാളാട്ടെ താമസമില്ലാതെ വരുന്നത്. അതിൻ്റെ വർക്ക് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്, കുറച്ച് ശ്രദ്ധിച്ച് നിൽക്കണം. നമുക്ക് എന്തായാലും ഇത്ര മുമ്പ് കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ളവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. പൊത്ത് ഇതുപോലെ കാണുന്ന പൊത്തൊക്കെ നമ്മൾ അടച്ചടച്ച് വിടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 നമ്മൾ അടച്ച്, കാണുന്നതെല്ലാം നമുക്ക് അടച്ചു വിടാം. വല്ല എലിയുടെ പൊത്താണെങ്കിൽ അതിനകത്ത് ഇരുന്ന് എത്തിക്കോളും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോക്കോളും. അടുത്തൊരു പൊത്ത്, ഞാൻ ഇത്ര നേരം എന്താ ഇതേ നിന്നുണ്ടാ വലിച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു പൊത്ത്, എന്താ അവിടെ ഒരു പൊത്തുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് പൊത്തുന്ന ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ എന്തെങ്കിലും കല്ല മണ്ണാക്കിയിട്ട് മൂടി കളയാം. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെ കൂടുതൽ നമുക്ക് കരിയിലയും പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു ഏരിയയിൽ നിന്നും കൂടി നമ്മളിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ വലിയ വിഷയം തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം മെനക്കേട് പണിയാണ്. കാരണം ഇതിൻ്റെ അകത്ത് മൊത്തം കല്ലിട്ടിട്ടുണ്ട്, അങ്ങോട്ടൊക്കെ കല്ലുണ്ട്, പിന്നെ അവിടെ ഇവിടെ പൈപ്പുണ്ട്. പിന്നെ ഓൾറെഡി ഒരു ഗാർഡനറിൻ്റെ വീടായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചെടികളും ഇതപ്പോൾ അവിടെ നോക്കിയാൽ കണ്ടില്ലേ. ഇങ്ങനെ നമ്മൾ നേഴ്സറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ ആ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പുല്ല് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അങ്ങോട്ടൊക്കെ പുല്ല് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുല്ലും കൊത്തണം, കരിയില കളയണം. അതുപോലെ തന്നെ കുറേ ചുള്ളിക്കമ്പ് വിറക് കിടപ്പുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. തടി കിടപ്പുണ്ട്, തടി മാറ്റാനുണ്ട്. പിന്നെ വെറുതെ ഇരിക്കുന്ന പോട്ടുകളൊക്കെ കുറേ ഇരുന്നൊക്കെ നമ്മൾ സേഫായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇട്ട് കത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഉമ്മയുണ്ട്, ഉമ്മയോട് ചോദിച്ചിട്ട് കത്തിക്കാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടിട്ട് കത്തിക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത് ഈ ഒരു ഏരിയ വരെ ആയിട്ടുണ്ട് കേട്ടോ. നിന്നോടല്ലോ ഇതാ ഇവിടുന്ന് ഫുള്ള് കരിയിലേക്ക് നമ്മൾ വലിച്ച് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ആ ഏരിയയിൽ നിന്ന് അവിടെയാണ് 3 പൊത്തുള്ള സ്ഥലം, അവിടുന്ന് എടുത്ത് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ കാണാം ഒരു വലിയ കൂനായിട്ടുണ്ട് കരിയില. ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് എടുത്ത് മാറ്റാം. ഇതും കൂടി ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്തുമാത്രം ക്ലീൻ ആയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം പുല്ല് പിടിച്ചിട്ടുണ്ട്. നോർമൽ മണ്ണാണെങ്കിൽ പുല്ല് കളയുന്നത് എളുപ്പമാണ്, പക്ഷേ ഇതിപ്പം ഇതുപോലെ മെറ്റലിൻ്റെ അകത്താണ് പുല്ല് പിടിച്ചേക്കുന്നത്. പറിച്ച് കളയണമെങ്കിൽ സമയമെടുക്കും. നമ്മൾ കുറേയൊക്കെ പറിച്ച് കളഞ്ഞു, അവിടെ നിന്നൊക്കെ കുറേ പറിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത്രയും പുല്ലോട് പിടിച്ചിരിക്കുകയല്ലോ, നമ്മൾ തൂമ്പയ്ക്ക് കൊത്തുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഫുള്ള് മെറ്റലിട്ടേക്കാം. അപ്പോൾ നമ്മൾ ഈ വെട്ടുന്ന കണ്ടോ, വെട്ട് മൊത്തം കൊള്ളുന്നത് മെറ്റലാണ്. എന്നാൽ പുല്ല് കറക്റ്റായിട്ട് പറഞ്ഞു പോർത്തില്ല, ജസ്റ്റ് ചതഞ്ഞ് പോവുക ചെയ്യുന്നത്, കറക്റ്റായിട്ട് പറഞ്ഞു പോർത്തില്ല. അപ്പോൾ ഇതിന് കൂട്ട് കെട്ടുകയാണെങ്കിലും തൂമ്പ താഴത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇത് പറിച്ച് കളയാൻ തന്നെ പറ്റുള്ളൂ, കൈക്ക് പറിച്ച് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ബലം കൊടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ വെറുതെ ആരോഗ്യം കളയാനേ ഉള്ളൂ. മാത്രമല്ല മെറ്റിൽ മൊത്തം കുറഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ പോവുകയും ചെയ്യും.
അടുത്തൊരു സൈഡാണിത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പൊത്തുകൾ വീണ്ടും എല്ലായിടത്തും പൊത്താണല്ലോ. അവിടെ 2-3 പൊത്തുണ്ട് ആ സൈഡിൽ. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളിത് മാറ്റുമ്പോൾ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാം ഇരിപ്പുണ്ട്. ജാക്ക് ഫ്രൂട്ട് ഈ ഒരു ഏരിയ. അവിടെ ഒരു കൂന ഉണ്ടോ, ചെറിയ കൂനയൊന്നുമല്ല കേട്ടോ, ഞാൻ വൈഡ് ലെൻസ് ഇട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു കൂന അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെയുള്ള കരിയെല്ലാം കൂടി ഇവിടെ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. ഇവിടെ കുറേ ചുള്ളിയും കമ്പും കല്ലും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്റ്, സ്റ്റേ പോസ്റ്റ്, കമ്പിയൊക്കെ ഉണ്ട്. ഇച്ചിരി ടാസ്ക്കാണ്. നമ്മളെ ഫ്രണ്ട് ഭാഗമൊക്കെ അത്യാവശ്യം ഒതുക്കി പോകുന്ന കേട്ടോ. ഇവിടുത്തെ മെയിനൊരു പ്രശ്നമെന്ന് പറയുന്നത് ചൂടാണ്. അത്യാവശ്യം വർക്കും ഹെവിയാണ്, ചൂട് ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഏരിയ കൂടി ഒന്ന് സെറ്റാക്കാം കേട്ടോ. കുറേ കരിയലുണ്ട്, നല്ല രീതിയിൽ ഇതിൽ കരിയലുണ്ട്. നോക്കിയാൽ വലിക്കാവുള്ള ഈർപ്പമുള്ള സ്ഥലമാണ്. ഞാൻ ഇത് അങ്ങോട്ട് വലിച്ചു മതി. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി തരാം, നിങ്ങൾ വലിച്ചെടുക്കാം. മറ്റേന്താണ് മഞ്ഞ എനിക്ക് വളരെ വലിയൊരു എമർജൻസി വന്നതുകൊണ്ട് സൈറ്റിൽ നിന്ന് പോകേണ്ടി വന്നു കേട്ടോ. പക്ഷേ വർക്ക് നമ്മുടെ സ്റ്റാഫ് നീറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും മാത്രമാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു റീലിന് വേണ്ടി എടുത്ത വീഡിയോയ്ക്കകത്ത് ആ ഒരു പോർഷൻ ഫിനിഷ് ചെയ്ത ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വർക്ക് നടക്കുന്ന ആലപ്പുഴയിലാണ് കേട്ടോ. ഈ ഒരു ഏരിയയൊക്കെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് പോരുവാണ്. മൊത്തം ഇവിടെ പുല്ലും കരിയിലൊക്കെ ആയിരുന്നു. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇവിടെ ആക്കിയിട്ടുണ്ട്. അത് കണ്ടില്ലേ, വലിയൊരു കൂന നമ്മളവിടെ കൂട്ടിയിട്ടുണ്ട്. ഇതാ ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു അവിടുത്തെ അവസ്ഥ. നമ്മളത് മൊത്തം വലിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ.